എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മറ്റൊരു വീഡിയോയിലേക്ക്. കഴിഞ്ഞ തവണ ഞാനിട്ട വീഡിയോയ്ക്ക് അത്യാവശ്യം വ്യൂസൊക്കെ എനിക്കുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വ്യൂസൊക്കെ എനിക്കുണ്ടായിരുന്നു. അതായത് 2 മാസങ്ങൾക്ക് ശേഷമായിരുന്നു ഞാൻ ആ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ഇന്ന് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു ബർത്ത്ഡേ വ്ലോഗാണ്. മോളുടെ 7th ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നു. അതൊക്കെ ഞാൻ ഇടുന്നതെന്ന്. എന്തായാലും കഴിഞ്ഞ വീഡിയോ കണ്ടതുപോലെ തന്നെ ഈ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പം നമ്മളുടെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. ആദ്യം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചെങ്കിൽ, ഈ ഒരു ബർത്ത്ഡേക്ക് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്യാറുണ്ട്. ഓരോന്നും ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ലിസ്റ്റ് ചെയ്തൊക്കെ വെക്കാറുണ്ട്. അത് വലിയ ഫംഗ്ഷൻ ആണെങ്കിലും ചെറിയ ഫംഗ്ഷൻ ആണെങ്കിലും ഞാൻ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ മോൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ മാലയാണ് വാങ്ങിയിട്ടോ. മലബാർ ഗോൾഡിൽ പോയി മാലയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ മാലയൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോയി. കൊണ്ടുപോയി വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അത് വാങ്ങിയെന്നൊന്നും പറയില്ല. ഇവളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബില്ലിംഗ് സ്റ്റേഷനിലൊന്നും വാങ്ങുന്നതൊന്നും ഇവൾ കാണാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ അവിടെ കളിച്ചുകൊണ്ടൊക്കെ നടക്കുമായിരിക്കുമല്ലോ. അപ്പം പക്ഷേ ഈ ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്നത് ലാസ്റ്റ് ആ ഒരു ഡേയിലായിരിക്കും എടുക്കാറുള്ളത്. അത് ക്ലോസ് ചെയ്ത് വെക്കത്തേ ഉള്ളൂ ഇവിടെ. പിന്നെ ഇതെന്ന് പറഞ്ഞെങ്കിൽ നമ്മളുടെ ബർത്ത്ഡേയുടെ അന്നുള്ള രാവിലത്തെ കുറേ വിശേഷങ്ങളൊക്കെയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുവാണ്. കേക്ക് കട്ടിങ് ഒക്കെ വൈകിട്ട് ആയിരുന്നു. വലിയ ഫംഗ്ഷനൊന്നുമില്ല, ചെറിയൊരു കേക്ക് കട്ടിങ് ആയിരുന്നു കേട്ടോ. അതാണ് ഇപ്പോൾ നിങ്ങൾ രാവിലത്തെ കുറച്ച് കിച്ചണിലെ കാര്യങ്ങളാണ് കണ്ടത്. പിന്നെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ നമ്മൾ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് പോയതാണ്. അപ്പോൾ ഇവരുടെ മുടി ഞാൻ വെട്ടുന്നത് ഇവിടെ അൽക്കൂറിലുള്ള ദോഹ സലൂണിലാണ്. അവിടെയാണ് സാധാരണ ഇവരുടെ മുടി വെട്ടാനായിട്ട് ഞാൻ പോകാറുള്ളത്. പിന്നെ വേറൊരു സലൂണിൽ പോകാറുണ്ട്, മരിയ സലൂൺ. പക്ഷേ ഇവിടെയാണ് കുറച്ചും കൂടെ ഞങ്ങൾക്ക് അടുത്തായതുകൊണ്ട് ഇവിടെയാണ് പോകാറുള്ളത്. അപ്പോൾ അങ്ങനെ മുടിയൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്തു. അങ്ങനെ അതിനുശേഷം പിന്നെന്താ വിശേഷങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ, പിന്നെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫോട്ടോഷൂട്ടിന് വേണ്ടി ഒരു പാർക്കിൽ വന്നതാണ്. 7 ഇയേഴ്സിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ ആൾക്കും നല്ല ഇഷ്ടമാണ്. അതേപോലെ എനിക്കും ഇതൊക്കെ ഭയങ്കര സെറ്റ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ഡ്രസ്സ് സ്കൂളിലേക്കുള്ള ബർത്ത്ഡേക്ക് ഇട്ടുകൊണ്ട് പോകാനായിരുന്നു. സ്കൂളിലേക്കുള്ള ഇവളുടെ ബർത്ത്ഡേ വന്നത് ഫ്രൈഡേ ആണ്. അപ്പം തേഴ്സ്ഡേയിലാണ് ഇത് ഇട്ടുകൊണ്ട് പോകുന്നത്. ഇതൊക്കെ ടീച്ചേഴ്സിനുള്ള ഗിഫ്റ്റ്, അതുള്ള കുട്ടികൾക്കുള്ള ഗിഫ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. അപ്പോൾ എല്ലാ ഇയറിലും ഇങ്ങനെ കൊടുത്തൊക്കെ വിടാറുണ്ട്. അങ്ങനെ അതൊക്കെ നമ്മളന്ന് കൊടുത്തു വിട്ടു. ഇത് സ്കൂളിലെ ഫങ്ഷനാണ്. നല്ല അടിപൊളിയായിരുന്നു. എല്ലാ കുട്ടികളും കൂടെ ചേർന്നിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ വീട്ടിൽ പിന്നെ ചെയ്യുന്നതിനേക്കാളും അവർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എല്ലാ ഫ്രണ്ട്സുമായിട്ട് കേക്ക് കട്ട് ചെയ്യുമ്പോഴാണ് അല്ലേ. നല്ല ഒരു രസം തോന്നിയത് കണ്ടപ്പോൾ തന്നെ. അപ്പോൾ ഞാനിവിടെ ക്ലാസ് ടീച്ചർ സ്വാലിഹ മാമിന് താങ്ക്സ് പറയാണ്. ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നതിന് നല്ല ബിഗ് താങ്ക്സ് സ്വാലിഹ മാം. പിന്നെ ഇത് ഞാൻ എൻ്റെ കൊളീഗ്സിനൊക്കെ ഒരു ട്രീറ്റ് കൊടുത്തതാണ് സ്കൂളിൽ. എല്ലാവർക്കും KFC ആയിരുന്നു ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇത് അതിൻ്റെ വീഡിയോ ആണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഫ്രൈഡേ ആയിരുന്നു മോളുടെ ബർത്ത്ഡേ. ഇതൊക്കെ തേഴ്സ്ഡേയിലുള്ള കാര്യങ്ങളാണ് ഈ കാണിക്കുന്നതൊക്കെ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവൾക്ക് കേക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഇവളുടെ ഒരു ബർത്ത്ഡേ ഡ്രസ്സിൻ്റെ കളറ് ഗ്രേ ആൻഡ് ബ്ലാക്ക് ആണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഗ്രേ കളറ് ഇവിടെ കിട്ടാൻ പാടാണ്, അപ്പോൾ ബ്ലാക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കുറേ കൺഫ്യൂഷനിലായിരുന്നു. അപ്പം എന്തായാലും ഞാൻ ലുലുവിൽ പോയപ്പം എനിക്ക് കറക്റ്റ് കളർ കിട്ടി കേട്ടോ. ബ്ലാക്ക് കളർ കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വൈറ്റിൽ കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, പിന്നെ അതങ്ങ് ഗ്രേ ആയിക്കോളും. അപ്പോൾ എല്ലാ തവണയും ഞാൻ ഇതുണ്ടാക്കാറുണ്ട്, ഡോൾ കേക്ക് ഉണ്ടാക്കാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു അത് 3rd ബർത്ത്ഡേ തൊട്ടാണെന്ന് തോന്നുന്നു, 3rd or 4th ബർത്ത്ഡേ തൊട്ടാണ് ഞാൻ ഡോൾ കേക്ക് എല്ലാ ഇയറിലും ഇവൾക്ക് ഉണ്ടാക്കുന്നത്. അവളുടെ ഡ്രസ്സിൻ്റെ കളറിനനുസരിച്ച് ഒന്ന് ഡിസൈൻ ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ ചെയ്തതാണിത്. ഇത് ഞാൻ കേക്ക് മോൾഡിലൊന്നും അല്ല ഉണ്ടാക്കി കേട്ടോ, അല്ലാതെ 2 കേക്ക് ഉണ്ടാക്കിയിട്ട് അത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യുമായിരുന്നു ചെയ്തത്. അതായിരുന്നു നിങ്ങൾ കണ്ടതായിരുന്നു കേക്ക്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് വീണ്ടും ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് പിന്നെ അതിൻ്റെ കൂടെ കപ്പ് കേക്ക് ഉണ്ടാക്കിയതാണ്. കപ്പ് കേക്ക് ഞാൻ നമ്മുടെ ഇത് വെച്ച് വിപ്പിംഗ് ക്രീം തന്നെ വെച്ചിട്ടാണ് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്തത്. അതും അതേപോലെ തന്നെ ചോക്ലേറ്റ് കപ്പ് കേക്കാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ നമ്മളുടെ ഡ്രസ്സിൻ്റെ അതേ കളറിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
കപ്പ് കേക്കൊക്കെ പിന്നെ അധികം ഒന്നും സമയം എടുക്കില്ല, വേഗം തന്നെ ബേക്കായി കിട്ടും. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കപ്പ് കേക്കൊക്കെ അതാ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീം വെച്ച് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുത്തു. പിന്നെ വീട്ടിൽ നിന്ന് എന്താ വീഡിയോ കോളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക്. അതും ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കേക്കിൻ്റെ പരിപാടികൾ ഇതെല്ലാം അതിൻ്റെ ഇടയ്ക്കായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഫൈനലി ഇങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കിയത്. അതിൻ്റെ മുകളിൽ ബീഡ്സൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഞാൻ സെറ്റാക്കി വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫുഡ് ഒരു കുക്കിന് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എനിക്ക് അധികം പണിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കേണ്ടത് പായസവും പിന്നെ പായസം മാത്രമല്ല ചിക്കൻ ഫ്രൈ ഒക്കെ പുറത്ത് സ്ഥലമുണ്ട്, അവിടെ വെച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് ബാക്കിയുള്ള ഫുഡൊക്കെ. പിന്നെ ഇത് ബർത്ത്ഡേയുടെ ഒരു ഡെക്കറേഷനും കാര്യങ്ങളും ഞങ്ങളുടെ ഫ്രണ്ട്സാണ് വന്നിട്ട് ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. എല്ലാ ഇയറിലും കഴിഞ്ഞ തവണ ഒഴിച്ച് ബാക്കി എല്ലാ തവണയും ഇവരാണ് വന്നിട്ട് എല്ലാം ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു തരാം. കേക്കൊക്കെ നമ്മൾ മുറിച്ച് കഴിഞ്ഞു. പിന്നെ ഇനി എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ പുറത്തായിരുന്നു ഫുഡെന്ന്. അപ്പോൾ കുറേ ബാച്ചിലേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പുറത്തിരുന്നാണ് കഴിച്ചത്, അകത്തല്ല. നമ്മൾ ലേഡീസ് മാത്രമാണ്. അപ്പോൾ ലേഡീസിനുള്ള ഫുഡൊക്കെ നമ്മൾ അകത്തോട്ട് കൊണ്ടുവരുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അകത്ത് വെച്ചിട്ട് ഞങ്ങൾ ലേഡീസ് മാത്രമായിട്ട് ഫുഡ് കഴിച്ചു. ബാക്കിയുള്ളവരെല്ലാം പുറത്തായിരുന്നു നിന്നത്. ഫുഡ് നമ്മൾ ഗീ റൈസും അതേപോലെ തന്നെ മട്ടൻ കറിയും പിന്നെ സാലഡ് അങ്ങനെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ ചിക്കൻ ഫ്രൈ ഇതൊക്കെ തന്നെയായിരുന്നു ഫുഡൊക്കെ. അപ്പോൾ എല്ലാവരും ഈ കോറിഡോറിലും അതേപോലെ തന്നെ മുറ്റത്തും ഒക്കെ ആയിട്ടാണ് നിന്ന് ബാച്ചിലേഴ്സൊക്കെ ഫുഡ് കഴിച്ചത്. പിന്നെ അവിടെയൊക്കെ കുറേ പുറത്തോട്ടൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ, അവിടെ കുറേ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ വെളിയിലോട്ടൊന്നും പോയി വീഡിയോ എടുത്തില്ല. അങ്ങനെ അതാ എല്ലാവരും ഫുഡൊക്കെ കുട്ടികൾക്ക് വാരി കൊടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാണ്. പിന്നെ ഇതെന്താ ഫൈനലി അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ ഗിഫ്റ്റ് ഓപ്പൺ. അപ്പോൾ കുറേ ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഗിഫ്റ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയായിരുന്നു 7 ഇയേഴ്സിൻ്റെ വിശേഷങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.